കോൺഫിഡൻസ്, ഈ കോൺഫിഡൻസ് ഒക്കെ നമുക്കുണ്ടായിരുന്നു നമ്മൾ ചിലപ്പോൾ IAS വരെ പ്രിപ്പയർ ചെയ്തതെന്നുള്ളത്. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പവനായി ശവമായി എന്നുള്ള അവസ്ഥ. ഇന്ന് നമ്മുടെ കേരളത്തിൽ 3 മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നു. വയനാട്, ചേലക്കര, അതുപോലെ തന്നെ പാലക്കാട്. വയനാടും ചേലക്കരയും നമുക്ക് മാറ്റിവെക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് പാലക്കാട് BJPക്കോ അല്ലെന്നുണ്ടെങ്കിൽ UDFക്കോ, ഈ ഒരു സംശയം മാത്രമേ എനിക്കുള്ളായിരുന്നു. ഇതിനകത്ത് ആരാണ് ജയിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു വിഷയം നടക്കുന്നതിന് മുമ്പ് കേരളത്തിൽ ഒരു കിങ് മേക്കർ ഉണ്ട്, K. സുരേന്ദ്രൻ എന്ന് പറയുന്ന കേരളത്തിലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ. പുള്ളിക്കാരൻ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. വടക്കുന്നാഥിന് പിന്നാലെ വിശാലാക്ഷി സമേത വിശ്വനാഥൻ, പാലക്കാട് വിജയം NDAക്ക്, 3ാം സ്ഥാനത്ത് UDF എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസ് ഇട്ടത്. അപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അവര് 2ാം സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു മണ്ഡലം പുള്ളിക്കാരൻ ഇത്ര കോൺഫിഡൻസ് ആയിട്ട് ഒരു സ്റ്റാറ്റസ് ഇടുന്നു. അപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് BJP ഇപ്പൊ ജയിക്കാൻ പോവാണ്. അപ്പൊ ഇന്നലെയൊക്കെ ഞാൻ റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെയുള്ള ചാനലൊക്കെ നോക്കാൻ നേരത്തെ എല്ലാ സ്ഥാനാർത്ഥികളും വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ BJPയുടെ സ്ഥാനാർത്ഥി വന്നിട്ട് സംസാരിക്കാൻ പുള്ളിക്ക് ഒരു രക്ഷയില്ലാത്ത കോൺഫിഡൻസ്. ഞാൻ വിചാരിച്ചു BJP ആണ് ജയിക്കുമോ. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ അതിനകത്തുണ്ടോ എന്നുള്ള രീതിയിൽ സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു അഭിപ്രായത്തിൽ BJPക്ക് ഏറ്റവും ഗോൾഡൻ ചാൻസ് ആയിരുന്നു പാലക്കാട് ജയിക്കാൻ. BJPക്ക് അടുത്ത കാലത്ത് കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ ഗോൾഡൻ ചാൻസ്. ഒന്ന്, മോദി ഗവൺമെന്റ് വീണ്ടും രാജ്യം ഭരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. ഇപ്പം പല സംസ്ഥാനങ്ങൾ, ഹരിയാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അവർ വീണ്ടും സംസ്ഥാനത്ത് അധികാരത്തിലേക്ക് വരുന്നു. അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സമയത്ത് ചിലപ്പോൾ പാലക്കാട് വോട്ടർമാർ മാറ്റി കുത്തിയേക്കാം, BJPയെ ജയിപ്പിച്ചു വിട്ടേക്കാം. കാരണം താമര ചിഹ്നത്തിൽ മലയാളികൾക്ക് വോട്ട് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല എന്ന് അറിഞ്ഞതാണ് നമ്മൾ തൃശ്ശൂർ ഇലക്ഷൻ. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ കോൺഫിഡൻസും, പിന്നെ സന്ദീപ് വാര്യർ പോയതിനു ശേഷം ഇവർ പറഞ്ഞ കുറച്ച് ഡയലോഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ സന്ദീപ് വാര്യർ പോയതിനു ശേഷം RSSനെയും അല്ലെങ്കിൽ BJPയൊക്കെ വെല്ലുവിളിച്ചു. സ്വാഭാവികമായിട്ട് BJPക്കാരും RSSകാരും ഗ്രൗണ്ടിൽ ഇറങ്ങി വലിയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പാലക്കാട് പിടിക്കും എന്നാണ് പറഞ്ഞത്. ഇപ്പൊ പവനായി ശവമായി എന്നൊക്കെ പറയുന്ന പോലെ, മിഷൻ കണ്ണ് അല്ലെന്നുണ്ടെങ്കിൽ ആനവാൽ മോതിരം എന്നൊക്കെ പറയുന്ന പോലെ അടവടലം പൊട്ടിപ്പാളിസായ ഒരവസ്ഥ. ഇവർക്ക് ഇവിടെ അധികാരം പിടിക്കാനും പറ്റിയില്ല. ഷാഫി പറമ്പലിനേക്കാൾ കൂടുതൽ ഒരു 4-5 ഇരട്ടി വോട്ട് പിടിച്ചിട്ട് രാഹുൽ മങ്കൂട്ടത്തിൽ ഇപ്പോൾ പാലക്കാട് വിജയിച്ചിരിക്കുകയാണ്. 18,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. ഷാഫി പറമ്പലിനേക്കാൾ നല്ല ഗംഭീര ഭൂരിപക്ഷത്തിൽ രാഹുൽ മങ്കൂട്ടത്തിൽ ജയിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട. ഒരു മുനമ്പം പോലൊരു വിഷയം നിൽക്കുന്ന ഒരു സമയത്ത് സ്വാഭാവികമായിട്ടും മുനമ്പത്ത് ഒരു വിഷയം നടക്കുന്നു, മലയാളികൾ മുഴുവൻ അത് ചർച്ച ചെയ്യുന്നു. ആ ഒരു സ്പേസ് പോലും യൂസ് ചെയ്യാൻ പറ്റാത്തൊരു പാർട്ടിയായിട്ട് BJP വിലയിരുത്തേണ്ടി വരും. കാരണം അത്രയും ഒരു ഇഷ്യൂ ആയിരുന്നു കേരളത്തിൽ. നമ്മളെല്ലാവരും മുനമ്പത്തെ മനുഷ്യരെ എന്തുകൊണ്ട് കേരളത്തിലെ LDF ആയാലും UDF ആയാലും അവഗണിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഇവിടെ വോട്ട് പിടിക്കാൻ BJPക്ക് പറ്റിയിട്ടില്ല. BJPയുടെ മുനിസിപ്പാലിറ്റി പോലും BJPക്ക് അടി പതറുന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. BJPയുടെ എല്ലാ ശക്തിയും എടുത്ത് പ്രവർത്തിച്ച ഒരു ഇലക്ഷനാണ്. ഇപ്പം തൃശ്ശൂരെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ സുരേഷ് ഗോപി അല്ലാതെ വേറൊരാൾ നിന്നാൽ ജയിക്കില്ല. സുരേഷ് ഗോപി അല്ലാതെ വേറൊരാൾ നിന്നാൽ ജയിക്കില്ല. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മെട്രോമാനായിട്ടുള്ള ശ്രീധരനാണ് പാലക്കാട് നിന്നത്. അപ്പോഴാണ് ഷാഫി പറമ്പിൽ 3000 വോട്ടിന് ജയിക്കുന്നത്. അത്രയും ഭൂരിപക്ഷം, വളരെ ചെറിയ ഭൂരിപക്ഷമാണ്. ഈ ശ്രീധരന് കിട്ടിയ വോട്ട് പാലക്കാട് ജില്ലയിൽ BJPക്ക് നേടാൻ കഴിഞ്ഞില്ലെന്നുള്ളത്. അപ്പൊ BJPയുടെ ഒരു സംസ്ഥാന ഘടകം എന്ന് പറയുന്നത് അത്യാവശ്യം പരാജയമാണെന്ന് നമുക്ക് ഇതിനകത്ത് വ്യക്തമാക്കാം. ഇതിനകത്തൊരു കോമഡി, ഇന്ന് മഹാരാഷ്ട്രയിലും ഇലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. മഹാരാഷ്ട്രയിലെ ഒരു ഇലക്ഷൻ റിസൾട്ട് ഞാൻ ഇന്ന് കണ്ടായിരുന്നു കേട്ടോ. മഹാരാഷ്ട്രയിൽ BJP സഖ്യം അവര് 2ാമതും അധികാരത്തിലേക്ക് വരുന്നു. അവിടെ ഉദ്ധവ് താക്കറെയുടെയൊക്കെ ശിവസേനയൊക്കെ പൊളിഞ്ഞു പോകുന്നു. ഷിൻഡെ വിഭാഗത്തിലെ അല്ലെങ്കിൽ അജിത് പവാർ BJP തിരിച്ച് അധികാരത്തിലേക്ക് വരുന്നു. അവർ ഏറ്റവും വലിയൊരു ഇഷ്യൂ നേരിട്ടൊരു സംസ്ഥാനത്ത് പോലും BJPക്ക് 125 സീറ്റ് ഒറ്റയ്ക്ക് പിടിക്കുന്നു. അവിടെ അല്ലെങ്കിൽ ശിവസേന ഷിൻഡെ പക്ഷം 56 സീറ്റ്, NCPക്ക് 39 സീറ്റ്. അവിടെ കോൺഗ്രസിന്റെ നട്ടലൊടിഞ്ഞു പോയിട്ടുണ്ട്, നടുവൊടിഞ്ഞു പോയിരിക്കുകയാണ് 23 സീറ്റ്. 5 വർഷം ഭരിച്ചിട്ടും അവർക്ക് അവിടെ തുടർ ഭരണം കിട്ടുന്ന ഒരവസ്ഥ മഹാരാഷ്ട്രയിൽ കിട്ടുമ്പോൾ നാഷണൽ ലെവലിൽ BJPക്ക് വ്യക്തമായി മുമ്പോട്ട് പോകുമ്പോൾ, വ്യക്തമായി അജണ്ട നടപ്പിലാക്കുന്നു, വ്യക്തമായി അവർ ഇലക്ഷൻ മാനേജ് ചെയ്യുന്നു. കേരളത്തിലെ BJP എന്നൊക്കെ പറയുന്ന നേരത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടും, അത് കഴിയുമ്പോൾ ഇലക്ഷൻ കഴിയാൻ നേരത്ത് തോറ്റു പോകും, ആൾക്കാർ വന്ന് നാറ്റിച്ച് ഭിത്തിയിലൊട്ടിക്കും. നല്ലൊരു ഫേസ്, പാലക്കാട് നല്ലൊരു ഫേസ്, ശ്രീധരനെ പോലൊരു ഫേസ് വന്നായിരുന്നെങ്കിൽ എല്ലാവരിൽ നിന്നും വോട്ട് നേടാൻ പറ്റുന്ന ആൾക്കാർ വന്നിട്ട്. ഇപ്പൊ ശോഭ സുരേന്ദ്രനൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ വോട്ടൊക്കെ ഒരുപക്ഷെ പാലക്കാട് BJP പിടിച്ചാൽ സ്ത്രീ എന്നുള്ള രീതിയിൽ അവര് ഈ ആലപ്പുഴ ആലപ്പുഴയിൽ ആരിഫുമായി ബന്ധപ്പെട്ടുള്ള ഇലക്ഷനിലൊക്കെ പല സ്ഥലങ്ങളിലും LDFന്റെ കോട്ടയിലേക്ക് ഈ ശോഭ സുരേന്ദ്രൻ ഇടിച്ചു കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ലൊരു ഫേസിനെ അവിടെ ഇറക്കിയായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്നത്തെ അവസ്ഥ BJPക്ക് വരില്ലായിരുന്നു. തോറ്റത് പോട്ടെ, എന്തോ കോൺഫിഡൻസ്, ഈ കോൺഫിഡൻസ് ഒക്കെ നമുക്കുണ്ടായിരുന്നു. നമ്മൾ ചിലപ്പോൾ IAS വരെ പ്രിപ്പയർ ചെയ്തതെന്നുള്ളത്. സുരേന്ദ്രന്റെ കോൺഫിഡൻസ് ആണ് നമുക്ക് വേണ്ടത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷന്റെ അമ്മാതിരി കോൺഫിഡൻസ് ആണ്. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പവനായി ശവമായി എന്നുള്ള അവസ്ഥ. യഥാർത്ഥത്തിൽ കേരളത്തിൽ BJPയുടെ
ജയിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഇപ്പോഴും അവർക്കില്ല. അവർക്ക് സുരേഷ് ഗോപിയെ വെച്ച് ജയിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ക്രിസ്ത്യൻ വോട്ട്, സ്ത്രീകളുടെ വോട്ട്, അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ വോട്ട് ഇതുകൂടി കിട്ടിയിട്ടാണ് സുരേഷ് ഗോപി തൃശ്ശൂർ ജയിക്കുന്നത്. തൃശ്ശൂർ അങ്ങനെയാണ് ജയിക്കുന്നത് എന്നുള്ളതാണ്. തൃശ്ശൂർ അങ്ങനെയാണ് ജയിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കുന്നതാണ് ഈ ഇലക്ഷൻ റിസൾട്ട്. സംസ്ഥാന ഘടകം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കോമഡിയാണ്. ഇലക്ഷൻ മാനേജ്മെന്റ് ചെയ്യാൻ പോലും പറ്റാത്ത ടീം, അല്ലെങ്കിൽ അമിത ആത്മവിശ്വാസം, അമിത കോൺഫിഡൻസ് കാണിച്ച് ഇപ്പൊ നാട്ടുകാരുടെ മുമ്പിൽ കോമാളി പീസായി മാറുന്ന ഒരു അവസ്ഥ. സന്ദീപ് വാര്യറൊക്കെ പോയതിനു ശേഷം സന്ദീപ് വാര്യറിനെ ആ ഒരു പാർട്ടിയിൽ നിന്ന ആളോടൊക്കെ സംസാരിക്കുന്ന രീതി, ഒരാൾ മാറി നിൽക്കുമ്പോൾ ചീള് കേസ്, ഇതൊക്കെ ലോക്കൽ നേതാവ്, ഇതൊക്കെ അഹംഭാവം ഒക്കെ പലപ്പോഴും കാണിച്ചു. അതുകൊണ്ട് സന്ദീപ് വാര്യർ വേറെ പാർട്ടിയിൽ പോയി. സ്വാഭാവികം പാർട്ടി മാറിയപ്പോൾ RSSനും BJP ഒക്കെ നല്ല രീതിയിൽ വിമർശിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരു അവസ്ഥയിലാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ കോൺഫിഡൻസ് തീർച്ചയായിട്ടും നല്ലതാണ്. ഇലക്ഷൻ റിസൾട്ടൊക്കെ വരുന്നത്, പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളൊക്കെ കെ സുരേന്ദ്രനിൽ നിന്നും കണ്ട് കോൺഫിഡൻസ് പഠിക്കരുത്. എക്സാം പൊട്ടിപ്പോവും. അതിനു മുമ്പ് വീരവാദം അടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് ഈ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണം കേട്ടോ. എന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മുടെ പേജ് ഞാൻ പറഞ്ഞ ആശയം ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്.